കമലഹാസൻ സൂപ്പറാണ്. പടങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. ആദ്യത്തെ സിനിമയെ പോലെ ഒന്നും വന്നില്ലെങ്കിൽ പക്ഷെ കുഴപ്പമില്ല. നല്ല സൂപ്പർ സിനിമ. കമലഹാസൻ്റെ അടിപൊളി അഭിനയം നന്നായിരുന്നു. മാസാണ്, സൂപ്പർ മാസ്. പടക്കൊള്ളാം, സൂപ്പർ. ഇപ്പോൾ ഉണ്ടാക്കുന്ന അണിയായങ്ങളെ തട്ടിക്കേക്കണേ ഇതുപോലത്തെ ആൾ പറഞ്ഞാൽ നമ്മൾ നാട് நல்லா கொள்ளலாம், நல்லாயிருக்கும். சூப்பர். ஒவ்வொரு இடத்துலையும் நிறைய விஷயங்களை புரிய வைக்கிறது, இப்படி இருக்கிறது காலங்கள் அப்படின்னு. சூப்பர், கொள்ளலாம். ஆக்டிங் சூப்பர், சூப்பர். அவருடைய ஆக்டிங் சூப்பர். ഇപ്പോൾ ഉള്ള നടക്കുന്ന ഇളഞ്ഞറുകൾ ഇങ്ങനെ ഒன்று കൂടി നിന്നാൽ നമ്മൾ നാട് വല്ലരസാവും. പോരാ ഒട്ടും. കാരണം എന്താ, നമ്മൾ പഴയ അതേപോലെ തന്നെ സ്റ്റോറി തന്നെ. അപ്പോൾ അധികം നമ്മളെ ബോറടിപ്പിക്കും, ഭയങ്കര ബോറടിപ്പിക്കും. ആ ഫസ്റ്റിൻ്റെ അതേ ക്വാളിറ്റിയിൽ പോലെ പോരാ ഒട്ടും. കമലഹാസൻ കുഴപ്പം. പക്ഷേ കമലഹാസൻ്റെ നമ്മൾ പറഞ്ഞ പോലെ അല്ല. അതിൻ്റെ ഏത് ഗ്രാഫിക്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ മുഖമൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും, അത്ര പോരാ. പടം മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് എന്ന് തന്നെ പറയേണ്ടി വരും. നല്ല ലാഗ് അടിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് എൻഗേജ് ചെയ്യാൻ കഴിയുന്നില്ല. ശങ്കറിൻ്റെ എന്ന് വെച്ചാൽ പഴയ വീഞ്ഞിനെ ഒരു പുതിയ കുപ്പിയിലെടുത്തതുപോലെയാണ്. അത് ഇന്ത്യൻ വണ്ണിൻ്റെ തന്നെ റെപ്ലിക്ക പോലെ കാണിക്കുകയാണ്. അത് ഒരു ഇന്ത്യൻ വണ്ണിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടല്ലോ, അത് തന്നെ വീണ്ടും ആ വർഷത്തെ തന്നെ ഇപ്പോഴും ഒരു ഈ കാലഘട്ടത്തിലോട്ട് മാറാത്തതിൻ്റെ ഒരു വലിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ക്രൗഡിനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അതിൽ സിദ്ധാർത്ഥിൻ്റെ അഭിനയം ഭയങ്കര സൂപ്പറാണ് കേട്ടോ. സിദ്ധാർത്ഥിൻ്റെ ഒരുപാട് സെൻറ്റിമെൻ്റൽ സീക്വൻസൊക്കെ സിദ്ധാർത്ഥ് ജീവിച്ചേക്കാണ്. ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ തോന്നും, ഭയങ്കര അഭിനയമാണ്. അതുപോലെ ഉലയനാട് അഭിനയം എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ പുള്ളി അത്രത്തോളം യൂസ് ചെയ്തിട്ടില്ല എന്ന് ഒരു തോന്നലുണ്ട്. സീക്വൻസുകളിൽ കുറച്ചും കൂടെ മാസീവ് ആക്കായിരുന്നു, പലയിടത്തും അത് മിസ്സായി. ഇൻട്രൊഡക്ഷനൊക്കെ വളരെ സൂപ്പറാണ്. ആദ്യത്തെ സിദ്ധാർത്ഥിൻ്റെ കുറേ സീക്വൻസ് അതൊക്കെ നല്ല. പിന്നെ കുറേ അടുത്ത് സിനിമ നമ്മളെ കണക്ഷൻ വിടുന്നുണ്ട് ഓഡിയൻസായിട്ട്. പിന്നെ ക്ലൈമാക്സ്, ആദ്യത്തെ കാണിച്ച ക്ലൈമാക്സ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സിന് കഴിഞ്ഞൊരു സെക്കൻഡ് ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്, ഇന്ത്യൻ 3 പോകുന്നൊരു ക്ലൈമാക്സ്. അപ്പോൾ അത് നല്ല ഷോർട്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വെക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് ഇതായിട്ട് തോന്നുന്നത്. മൊത്തത്തിൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, ഒരു ആവറേജ് മൂവിയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വരരുത്, എക്സ്പെക്റ്റേഷൻ വന്നാൽ ഡിസപ്പോയിൻറ്റ് ആയിപ്പോവും. പടം മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് മൂവി എന്നും പറയാമോ എന്ന് അറിയില്ല എനിക്ക്. എന്താ പറയുക, നമ്മുടെ കറപ്ഷനെതിരെയുള്ള ഫൈറ്റാണ് സിനിമ. കമലഹാസൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ മൂവി മൊത്തത്തിൽ ഡിസപ്പോയിൻമെൻ്റ്. പടം ഇപ്പോൾ ശങ്കറിൻ്റെ സിനിമയാണല്ലോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാമല്ലോ, ഒരു മിനിമം ലെവൽ ഒരു നമ്മൾ എക്സ്പെക്റ്റേഷൻ കാണും. ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത് ഈ ഒരു സിനിമയ്ക്ക്. കാരണം പക്ഷേ എനിക്ക് ടെറിബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ശങ്കറിൻ്റെ സിനിമയ്ക്ക് ഞാനിത് ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കിപ്പം ഒരു ശങ്കറിൻ്റെ സിനിമയെ കുറിച്ചിട്ട്, കാരണം ഞാൻ 2.0 പോലും വളരെ മോശം സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന സിനിമയ്ക്ക് ശരിയാണ്, കഥാപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതും അത്രയും മോശമായിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ശങ്കറിൻ്റെ സിനിമ കണ്ടിട്ട് ഇത്രയും മോശം ഒരു സീരിയൽ ലെവൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ തോന്നുന്നു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഓപ്പറേറ്ററിൻ്റെ അടുത്ത് തിരിഞ്ഞു നിന്നിട്ട് അണ്ണ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെന്ന്, അങ്ങനത്തെ രീതിയിൽ ഇത്രയും മോശം സിനിമ